ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലത്തേക്കാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു അമ്പലമാണ്. എൻ്റെ അമ്മയുടെ വീട് പാലക്കാടായതുകൊണ്ട് നമ്മൾ സ്ഥിരം പോകുമ്പോൾ എപ്പോഴും കണ്ടിട്ടായിരിക്കണം. തുരങ്കം വന്നതിന് ശേഷം നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോകുന്നത് എവിടേക്കല്ല, കുതിരാൻമല അയ്യപ്പ ക്ഷേത്രത്തിലേക്കാട്ടോ നമ്മൾ പോണത്. എല്ലാ അയ്യപ്പ പ്രതിഷ്ഠകളിൽ നിന്നും ഇവിടുത്തെ അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് ഇവിടെ കുതിരാൻമല എന്ന് പേര് വന്നേക്കണത്. ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടാട്ടോ അറിയാം. എനിക്കിത് ഓരോ അമ്പലങ്ങളുടെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇന്നലത്തെ കാലാവസ്ഥ വെച്ച് നല്ല മഴയൊക്കെ മാറിയിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് ഭയങ്കര കാട് പിടിച്ച സ്ഥലമാണല്ലോ അവിടെ. അപ്പം അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി. അമ്പലത്തിൽ ഇതേ കയറി. അത്യാവശ്യത്തിന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയിരുന്നല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്ന സമയത്ത് അവിടത്തെ അടച്ചുപൂജ എന്തോ നടക്കാറുന്നു. അപ്പൊ അത് കാരണം കുറച്ച് നേരം നിന്നിട്ടായിരുന്നു കേട്ടോ നമുക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്റ്റെപ്പുമൊക്കെ വെള്ളം ഉണ്ടായിരുന്ന കാരണം ആദ്യട്ടും തീരെ നിലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ മുകളിലെത്തി ഡ്രസ്സിന്റെ അടിയിലേക്ക് ആയ കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല നിലത്ത്. അപ്പൊ അവിടെയൊക്കെ ഇറങ്ങി നടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ കാള് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചന്ദ്രാന്തി മണ്ഡല പൂജ മുടക്കല്ലേ സന്തതികൾ മനമറിയാതെ ചെയ്തിട്ടുള്ള. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതേ നമ്മൾ അമ്പലത്തിനൊക്കെ ചുറ്റി നടന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി ഗൗരി എന്നാട്ടോ ഉള്ള പേര്. എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിയുടെ പോലെ എന്നല്ല, എനിക്ക് സ്വന്തം എൻ്റെ അനിയത്തി തന്നെയാണ്. ഇവരുടെ ഫാമിലി ആയിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റാണ്. എൻ്റെ മോൻ്റെ പ്രായമുള്ളപ്പോൾ തൊട്ട് ഞാൻ അവളെ കാണുന്നതാട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ 1.5 വയസ്സിൽ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മാത്രമേ എനിക്കറിയുള്ളൂ. അതിൻ്റെ പിറ്റത്തെ ഒരു കൊല്ലം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ ഒരു 7 കൊല്ലം അടുപ്പിച്ച് ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ 8 കൊല്ലം പോയി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ എനിക്ക് അയ്യപ്പനായിട്ട് ഭയങ്കര കണക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോനെ ഡെലിവറി നടക്കുന്ന സമയത്ത് ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കരഞ്ഞ അയ്യപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് 2 പേരെയും കിട്ടണം എന്നുള്ളത്. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നോർമൽ ഡെലിവറി ആയി. എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു ആൺകുട്ടി തന്നെയായിരുന്നു. ഇതൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാട്ടോ അറിയുക. കാരണം എനിക്ക് ഇതറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സമയം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 1.5 വയസ്സിൽ പോയതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ 1 വയസ്സിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അവൻ്റെ പിറന്നാൾ മാസം കന്നിമാസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വരുന്ന മണ്ഡലമാസത്തിൽ കൊണ്ടുപോകാറുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവനെ മാല ഇടിയിപ്പിച്ച് വ്രതം എടുത്ത് നമ്മൾ കെട്ടൊക്കെ നിറച്ചിട്ട് തന്നെയാട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവൻ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, അവൻ നിൽക്കുമോ നിൽക്കില്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ എന്താ പറയുക, അയ്യപ്പൻ എൻ്റെ കുട്ടീനെ തൊട്ടനുഗ്രഹിച്ചു എന്ന് പറയണത് ഞാൻ ശരിക്കും അന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ എന്താ പറയുക എന്നെ കാണാണ്ടും അവന് ഞാൻ പാലൊക്കെ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛൻ്റെയും മാമൻ്റെയും കൂടെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഒരു ശല്യം പോലും ചെയ്യിക്കാണ്ട് അവൻ എന്താ പറയുക ഭയങ്കര കംഫർട്ടായിട്ട് ഇരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പമ്പ വരെ. അപ്പം ഞാൻ വീണ്ടും ഇത്ര വർഷങ്ങൾക്ക് ശേഷം പോയപ്പോൾ സത്യം പറഞ്ഞു